പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഈ തലമുറ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാതെ പോകരുത്. ദൈവം തരുന്ന ഉദരഫലം അത് അനുഗ്രഹമാണ്. അത് ദൈവത്തിന്റെ ആയുധമായി ദൈവം ഭൂമിയിലേക്ക് അയക്കുകയാണ്. പക്ഷേ ഈ ആയുധങ്ങളെ സാത്താൻ തന്നെ വീണ്ടും എടുക്കുകയാണ്. എന്നാൽ നിങ്ങൾ തീരുമാനിക്കണം, പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ഞാനാകുന്ന ആയുധം അവൻ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടണമോ അതോ സാത്താന് വേണ്ടി ഉപയോഗിക്കപ്പെടണമോ? ജീവിതത്തെ വൈകൃതമാക്കുന്ന സ്പിരിറ്റ്. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്പിരിറ്റ് ഏതെല്ലാം മേഖലകളിൽ വർക്ക് ചെയ്യുന്നു എന്നതാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ചൈൽഡ് അബ്യൂസ് ആയിരുന്നു, അല്ലെ? അതിനു മുമ്പ് പഠിച്ചത് നിരീശ്വരവാദി, അതായത് എത്തിയിസ്റ്റ്. സ്തോത്രം. ചൈൽഡ് അബ്യൂസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. ചൈൽഡ് അബ്യൂസ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു സ്പിരിറ്റ് ആണ്. യേശു കർത്താവ് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കലേക്ക് വിടുവിൻ, സ്വർഗരാജ്യം അവർക്ക് ഉള്ളതാകുന്നു. Praise the Lord. സ്വർഗരാജ്യം ഓൾറെഡി അവർക്ക് റിസർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ശിശുക്കൾക്ക് സ്വർഗരാജ്യം ഉറപ്പുണ്ട് എന്ന് സാത്താൻ അറിയാവുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ശിശുക്കളെ നശിപ്പിക്കുവാൻ സാത്താൻ പദ്ധതിയിടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയേണ്ട സമയമാണ്. ഒരു കുഞ്ഞിനെ പോലും ശത്രുവിന് വിട്ടുകൊടുക്കാതെ മാതാപിതാക്കൾ അവരെ വചനത്തിൽ പഠിപ്പിക്കണം. Amen. Praise the Lord. മനസ്സിലാവില്ല, കർത്താവിനെ സ്തുതിച്ചാട്ടെ. Praise the Lord. Hallelujah. സ്തോത്രം. അതിനോടനുബന്ധിച്ച് തന്നെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അശുദ്ധമായ ചിന്തകൾ, unclean thoughts. So we're going to learn about unclean thoughts. ഈ അശുദ്ധമായ ചിന്തകൾ കൊണ്ടുവന്ന് ജീവിതത്തെ വൈകൃതമാക്കുന്ന സ്പിരിറ്റ്. So we're going to learn about unclean thoughts and the destructive spirit behind it. ഇത് സാത്താന് നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുവാൻ വരുവാനുള്ള വാതിലാകുന്നു. It is a door that will help Satan to enter. അശുദ്ധമായ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആ ചിന്തകളിൽ മനുഷ്യനെ നടത്തിക്കൊണ്ടുപോയി മനുഷ്യ ജീവിതം നശിപ്പിക്കുന്ന സ്പിരിറ്റ്. It is a destructive spirit that works through the unclean thoughts and that enters the human mind, and the spirit of destructiveness works through that. Praise the Lord. ഈ സ്പിരിറ്റിനെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശരണപ്പെടുകയാണ്. ഫിലിപ്പിയർ ചാപ്റ്റർ 4 വേഴ്സ് 8. സത്യമായത് മാത്രമേ ഒരു ദൈവ പൈതൽ ചിന്തിക്കുവാൻ പാടുള്ളൂ. അസത്യമായ ചിന്തകൾ കൊണ്ടുവരുന്ന സ്പിരിറ്റ്, ഘനമായത് മാത്രമേ ഒരു ദൈവ പൈതൽ ചിന്തിക്കാൻ പാടുള്ളൂ. നുണ, ബോഷ്ക്, ഇത്തരത്തിലുള്ള ചിന്തകൾ ഒരു ദൈവ പൈതലുടെ ചിന്താ മണ്ഡലത്തിൽ വരരുത്, ചിന്തയിൽ വരരുത്. നീതിയായത് മാത്രമേ ഒരു ദൈവ പൈതൽ ചിന്തിക്കുവാൻ പാടുള്ളൂ. അനീതിയായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരുന്ന സ്പിരിറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്.
The spirit that brings the unjust thoughts, and the dishonest thoughts, works in amongst the midst. നിർമ്മലമായത് മാത്രം ചിന്തിക്കുന്നതായിരിക്കണം ദൈവവൈതൽ. പ്യൂരിറ്റി. The children of God should only be thinking pure thoughts. ശുദ്ധമായത് മാത്രം ചിന്തിക്കുന്നവനായിരിക്കണം ദൈവവൈതൽ. Only the pure thought should enter the children of God. അശുദ്ധമായ ചിന്തകൾ കൊണ്ടുവരുന്ന സ്പിരിറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. There is spirit that brings the dishonesty, impure thoughts. സ്തോത്രം. അംഗീകരിക്കാനുള്ള മനസ്സ് ഒരു ദൈവവൈതലിൽ ഉണ്ടായിരിക്കണം. Acceptance should be a part of children of God. കുറ്റപ്പെടുത്തുവാനുള്ള മനസ്സും ചിന്തകളും കൊണ്ടുവരുന്ന സ്പിരിറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. There are thoughts, there are spirits that work against these, so that children of God do not receive the truth. ഈ വചനത്തിന് എതിരായി ജീവിതത്തെ നശിപ്പിക്കുന്ന സ്പിരിറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. There are spirits that work against God's pure thoughts. Praise the Lord. Hallelujah. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു സാത്താന്റെ ശക്തികളെ നമുക്ക് തകർക്കാൻ സാധിക്കുമെന്ന്? How many of you believe that we can destroy the plan and work of Satan? നമ്മുടെ ക്ലാസിന്റെ ആരംഭം തന്നെ ഞാൻ പറയാറുള്ള കാര്യമാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവിൻ. I've told from the beginning of this class that it is our responsibility to stand against the spirit of the Antichrist. പിശാചിന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലല്ലോ. We should know the tricks of the Satan. It is not that we do not know about his tricks. ഇങ്ങനെ വചനമുണ്ട് എങ്കിലും പലപ്പോഴും പിശാചിന്റെ തന്ത്രങ്ങൾ ദൈവമക്കൾക്ക് അറിയാതെ പോകുന്നു. Although the word of God clearly says that, we do often forget how to deal with these. എന്നാൽ ഇന്ന് പകൽക്കാലം അഗാപ്പെ ക്രൈസ്റ്റ് ചർച്ചിനകത്തുള്ള എല്ലാ ദൈവമക്കളും, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റു പല ദേശത്തു നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളും, ആമേൻ സ്തോത്രം, പിശാചിന്റെ തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കണം. As Christ, as a congregation of Agape Church, it is our responsibility to know the tricks of the evil one. Praise the Lord. Hallelujah. പിശാചിന്റെ തന്ത്രങ്ങൾ അറിഞ്ഞ് ആ തന്ത്രങ്ങൾക്ക് എതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അഭിഷേകത്താൽ ദൈവമക്കൾ നിറയപ്പെടണം. We as children of God need to be anointed enough to know the tricks and trickery of the Satan. Praise the Lord. Hallelujah. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിനു വിരോധമായി പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും പിടിച്ചടക്കുവാൻ ഒരു ദൈവപൈതലിന് അവൻ സ്തോത്രം, അവൻ ആഗ്രഹം ഉണ്ടായിരിക്കണം. Children of God, we should have the desire to stand against all of disobedience. ഒരു ദൈവപൈതൽ ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിക്കരുത്. A child of God should not think what is not from Christ. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. This body belongs as the temple of Christ. ഈ ശരീരത്തെ ചിന്തകളാൽ മലിനമാക്കരുത്. This body should not be impure with impure thoughts. അവൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അശുദ്ധ ചിന്തകളെ ശാസിക്കുവാൻ ചങ്കുറ്റം കാണിക്കണം. We need to be courageous and bold enough to cast away every impure thought that comes to you. You have the authority to do so in the name of Christ. ഹൃദയത്തിനകത്തു വരുന്ന ചിന്തയാണ് ആശയമായി മാറുന്നത്. What the thoughts that come into you become actions. Praise the Lord. ഹൃദയത്തിനകത്തു വരുന്ന ചിന്തയാണ് പ്രവൃത്തിയായി മാറുന്നത്. Thoughts that come into you will become actions. ഈ പ്രവൃത്തിയാണ് പാപമായി വരുന്നത്. These actions go forth to become a sin. അതുകൊണ്ട് തന്നെ വചനം പറയുന്നു, Therefore, the word of God says, നിങ്ങൾ മോഹിക്കരുത്. you shouldn't desire. മോഹം Desire. ഗർഭം ധരിച്ച് Desire will bring forth. പാപത്തെ Desire will bring forth sin. പ്രസവിക്കുന്നു. Desire will give birth to sin. പാപം മുഴുത്ത് Sin grows, മരണത്തെ പ്രസവിക്കുന്നു. and death will come forth. അപ്പൊ എന്തായാലും പാപത്തിന്റെ ശമ്പളം മരണമാണ്. Therefore, the wage of sin is death. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ ശമ്പളം The wage of sin is death. മരണമാണ്. അപ്പൊ മരണത്തിന്റെ ഗ്രാൻഡ് മദർ ആരാണ്? മോഹം. So it is desire that is the mother, a grandmother of death. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി? How many of you understand? മരണമെന്ന പാപത്തെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മോഹത്തെ നിന്റെ ചിന്തക്കകത്ത് നീ വെൽക്കം ചെയ്യരുത്. You shouldn't welcome any impure thought that is going to become the desire of impure thought that will lead to death eventually. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന അനാവശ്യമായ ചിന്തകളെ ആമേൻ സ്തോത്രം പിടിച്ചെടുക്കുവാൻ നിനക്ക് ധൈര്യമുണ്ടായിരിക്കണം. Therefore, you should be courageous enough to not let that impure thought into your mind. അനേക യുവാക്കന്മാർ ആമേൻ സ്തോത്രം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനാവശ്യമായ ദുഷ്ട ചിന്തകൾക്കകത്ത് അടിമപ്പെട്ടു പോകുകയാണ്. Therefore, do not be slave
those impure thoughts in younger generation. അറിഞ്ഞോ അറിയാതെയോ ഈ തലമുറകൾ ആമേൻ പൈശാചിക ശക്തിയെ ഇവരുടെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. Knowingly or unknowingly, the young generation are welcoming the spirit of the Antichrist or Satan into their lives. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഒരു തീരുമാനമെടുക്കണം. But this morning, you should make a decision. ദൈവവചനത്തിന്റെയും ദൈവ പരിജ്ഞാനത്തിനും വിരോധമായി പൊങ്ങുന്ന ഒരു ചിന്തകളും എന്റെ ചിന്തക്കകത്ത് ഞാൻ കൊണ്ടുവരത്തില്ലെന്ന്. That you will not allow the spirit of the enemy to let the impure thoughts into your mind. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് 1-ാം അതിന്റെ 14-15 വാക്യങ്ങൾ. സ്വഭാവത്താൽ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മൾ ആരും വിശുദ്ധന്മാരല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. First, we need to understand, like the spirit of the character of Christ is pure. It doesn't mean that we are so. പാപത്തിൽ വീണുപോയ മനുഷ്യന്റെ സ്വഭാവം, പഴയ സ്വഭാവം മലിനപ്പെട്ടതാണ്. The character of the sinful man is impure. എന്നാൽ എന്ന് ക്രിസ്തുവിനെ നിങ്ങൾ അറിഞ്ഞോ അന്ന് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു. But the moment you know Christ, you have been justified, you have been purified. പക്ഷേ ഒരിക്കൽ പാപത്തിൽ വീണുപോയ മനുഷ്യന്റെ സ്വഭാവം മലിനപ്പെട്ടതുപോലെ But as this sinful man has become impure, ക്രിസ്തുവിനെ സ്വീകരിച്ച ഓരോ തലമുറയെയും വീണ്ടും പാപത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന പൈശാചിക ശക്തി. so the spirit, because we have been purified by Christ, it is always the aim of Satan to bring forth back the sinful nature in us. ഇത് നന്നായി അറിയുന്ന പിശാച് അവന്റെ തന്ത്രങ്ങൾ ദൈവസഭയ്ക്കകത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. The Satan who knows this well enough is trying to deceive the church. ഇന്ന് പകൽക്കാലം പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരായിരിക്കരുത്. You should not be ignorant of the sin or the tricks of the Satan. ആമേൻ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഈ തലമുറ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാതെ പോകരുത്. The children of God, this young generation should not know the deception of Satan. ദൈവം തരുന്ന ഉദരഫലം അത് അനുഗ്രഹമാണ്. The fruit of the womb of which Christ has given is blessed one. അത് ദൈവത്തിന്റെ ആയുധമായി ദൈവം ഭൂമിയിലേക്ക് അയക്കുകയാണ്. It's a weapon of Christ. പക്ഷേ ഈ ആയുധങ്ങളെ സാത്താൻ തന്നെ വീണ്ടും എടുക്കുകയാണ്. Satan is to use the power of God, the weapon of God as children against for his purpose. എന്നാൽ നിങ്ങൾ തീരുമാനിക്കണം, പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ഞാനാകുന്ന ആയുധം ആമേൻ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടണമോ അതോ സാത്താന് വേണ്ടി ഉപയോഗിക്കപ്പെടണമോ? But it is your decision to take whether the weapon that is within you, so the weapon that Christ has used for you, you want to use it for the purpose of Christ or the purpose of Satan. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. Genesis, the word of the desire of sin is within you. എന്നാൽ ഉത്തമഗീതത്തിൽ സോങ് ഓഫ് സോങ് But the Song of Solomon, പറയുന്നു, പ്രിയന്റെ ആഗ്രഹം നിന്നോടാകുന്നു. the beloved's desire is within you. പ്രിയൻ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. Beloved of Christ. So what Christ desires is you. ഈ രണ്ട് ആഗ്രഹങ്ങളുടെ നടുക്കാണ് ഒരു ദൈവ പൈതലായിരിക്കുന്നത്. You are in the middle of the desire of Christ and the desire of Satan. അവൻ ഏത് ആഗ്രഹത്തെ ചൂസ് ചെയ്യണമെന്ന് മനുഷ്യനാണ് തീരുമാനിക്കുന്നത്. The mankind that chooses which desire you stand with. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയന്റെ ആഗ്രഹത്തിന് ന്യായമായ ഒരു കാര്യമുണ്ട് മക്കളെ. But there is a reason for the love of Christ. അവൻ രക്തം കൊടുത്ത് നമ്മളെ സമ്പാദിച്ചതാണ്. He bought us through the blood of Christ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് രക്തം കൊടുത്ത് സമ്പാദിച്ചത് കൊണ്ട് അവന് നമ്മളെ ആഗ്രഹിക്കുവാൻ വകയുണ്ട്. It is the righteousness that he purchased us with his own blood. എന്നാൽ സാത്താൻ അറക്കുവാനും മുടിക്കുവാനും കടന്നു വരുന്നവനാണ്. But Satan comes to kill and to destroy. അവന് നമ്മളെ ആഗ്രഹിക്കുവാൻ ഒരു ന്യായമായ അവകാശമില്ല. There is no just cause for him to desire. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് സംസാരിക്കുകയാണ്. The word of Christ talks to this congregation today. എന്നെയും നിന്നെയും പാപത്തിലേക്ക് വീണ്ടും വലിച്ചു കൊണ്ടുപോകുന്ന അന്ധകാരത്തിന്റെ സ്പിരിറ്റുകളോട് അവൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുവാനുള്ള കൃപ പ്രാപിക്കട്ടെ. We have to receive the grace of Christ to stand against the spirit of destructiveness and the authority that has been given to us in the name of Jesus. Praise the Lord. Hallelujah. Hallelujah. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നമുക്ക് നിത്യത ഉറപ്പാണെന്ന്? How many of you are sure of your eternity, that you have eternal life? എന്താ കരം പൊക്കാൻ ഇത്ര താമസം? സ്തോത്രം. Why is it delaying to
your hands. പ്രൈസ് ഗോഡ്. കരങ്ങളൊന്ന് ഉയർത്തി പൊക്കാൻ നിങ്ങളെ കൊണ്ട് ധൈര്യമുണ്ടോ? You have to have the courage to lift your hands. നിത്യത ലഭിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. Certain that eternal life is yours. സ്തോത്രം. ഇത് നിങ്ങളുടെ ആഗ്രഹമാണ്. ആമേൻ, Desire. ആമേൻ. ആഗ്രഹമുള്ളവർക്ക് മാത്രം കൈവെക്കാം, പക്ഷെ ഉറപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. This is all your desire, but you need to be so sure that you will receive the eternity. സ്തോത്രം, സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, John the Baptist said, ബലാത്കാരണയല്ലാതെ ആരും സ്വർഗരാജ്യം പിടിച്ചെടുക്കത്തില്ല. unless you fight for the kingdom of God, you will not receive it. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബലാത്കാരികൾ സ്വർഗരാജ്യം പിടിച്ചെടുക്കും. Those who fight for the kingdom of God will go to eternity. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം സാത്താനോട് യുദ്ധം ചെയ്ത് ജയിച്ച് നിത്യത പിടിച്ചെടുക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? How many of you are ready to prepare a warfare against Satan? ചിന്തകളെ അശുദ്ധമാക്കുമ്പോൾ പിശാചി എന്ന് പറയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of you are courageous to stand against Praise the God. power of Satan? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെയ്യപ്പെടുക എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിന്തകളെ അശുദ്ധമാക്കി കളയുന്ന പൈശാചിക സ്പിരിറ്റിനോട് വിട പറഞ്ഞാട്ടെ. You have to be courageous enough to let go of the impure thoughts. ഓ, ചിന്തകളെ മലിനമാക്കുന്ന ദുഷ്ട സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്നാട്ടെ. You have to be courageous to stand against the spirit of unclean thoughts. നിത്യത എന്ന വാഗ്ദത്തത്തെ നശിപ്പിക്കുവാൻ കടന്നുകൂടിയിരിക്കുന്ന പൈശാചിക ശക്തിയോട് വിട പറഞ്ഞാട്ടെ. You have to say goodbye to the spirit that brings against thinking. റിഖാബാല ശാഖാനാരാധ ലേഖനെ റിഫാന ശാബ്ദനെ രഗനഗനഗനഗനഗനഗസ്യ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. വേഗത്തിൽ വായിക്കാം. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 5-ാം വാക്യം. അപ്പൊ പരീക്ഷകൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടയനുള്ള വിഷമമാണ് കാണിക്കുന്നത്. So it is because the Satan is fighting against within your temptation. It is the sorrow of the shepherd that is shown here. ഈ വിഷമത്തിൽ എഴുതിയ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. It was written with this sorrow in the heart. ഇതേ വിഷമത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. It is the same sorrow that I have. I'm preaching in front of you. ഏത് കണ്ണിൽ നിങ്ങൾ കാണുന്നുവെന്ന് എനിക്കറിയത്തില്ല. I do not know with which eyes you're seeing me. അതെന്നെ ബാധിക്കുന്ന കേസല്ല. It doesn't matter to me. പക്ഷെ ധൈര്യത്തോടെ ഞാൻ പറയുന്നു, But I can say courageously, സാത്താൻ ഇടം കൊടുക്കരുത്. do not allow Satan to work in your life. സാത്താൻ ഇടം കൊടുത്താൽ If you allow Satan to work in your life, അവൻ കേറി മേഞ്ഞു പോകും. ഇതാ എന്റെ ഭാഷ. he will conquer your territory. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചേ. ദൈവം വിശ്വസ്തൻ. God is faithful. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. He will not tempt you beyond what you can bear. കാരണം ദൈവം അങ്ങനെ അനുവദിക്കത്തില്ല. God will not allow that to happen. ആമേൻ. നിങ്ങൾക്കൊരു പരീക്ഷ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനോട് കൂടെ ഒരു പോക്ക് വഴിയും ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. He allows you to be tempted. He makes sure there is a way for you to get out of it. പക്ഷെ വഴി കണ്ടിട്ടും വഴിയിലോട്ട് ഇറങ്ങാതിരിക്കാനുള്ള പിശാചിന്റെ തന്ത്രം. But it is the spirit that works that although there is an escape path, he will not allow you to escape through that. പരീക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവം അനുവദിച്ച വഴി തുറന്നിട്ടിട്ടും വഴിയിലോട്ട് ഇറക്കിപ്പിക്കാത്ത പിശാചിന്റെ പോര്. It is the warfare of the spirit of the Oh, other spirit shakaba. that will not allow you to escape through the path that God has kept for you. വഴി തുറന്നിട്ടിട്ടും വഴിയിലേക്ക് കാലെടുത്ത് വെക്കുവാൻ താല്പര്യമില്ലാത്ത മനസ്സിനെ ഉണ്ടാക്കുന്ന പിശാച്. The thoughts that come into your mind that will not allow you to escape the plan of God, the path that God has set for you. ആമേ. താല്പര്യമില്ലാത്ത രീതിയിൽ പരീക്ഷ അനുവദിച്ചിട്ടും പരീക്ഷയ്ക്കകത്ത് ദൈവം ഒരു വഴി ഒരുക്കി വെച്ചിട്ട് ആ വഴി കണ്ടിട്ടും ഇറങ്ങാത്ത രീതിയിൽ പിശാച് പോരടിക്കുകയാണ്. The spirit of the Antichrist, the spirit of Satan blinds your eyes so that you do not see the way that Christ has kept for you. പ്രഭാന ഹത്തുന ലഗഡഗനഗസിയ. ഇന്ന് പകൽക്കാലം അൺക്ലീൻ തോട്ട് ഇട്ട് അശുദ്ധ ചിന്തകളിട്ട് നിന്നെ വേട്ടയാടുന്ന സാത്താന്റെ ശക്തിയോട് വിട പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? How many of you are praying enough to let go of evil spirits? Rekaba. You have worked with impure thoughts and unseen thoughts. റോഖാമാന ശലഹത്തുന ലഗനഗസിയ ലഗസാന്തരെ. ആമേൻ. സ്തോത്രം. തലമുറകൾക്ക് മുമ്പിൽ ആമേൻ അവരെ നശിപ്പിക്കുവാൻ അവരുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന പൈശാചിക ശക്തികളോട് എതിർത്ത് നിൽക്കുവാൻ വെല്ലുവിളിക്കുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? How many of you are praying enough to challenge the spirit of the Satan
that works against our young generation with impure thoughts and unclean thoughts. Praise the Lord. Hallelujah. Hallelujah. വായിച്ച മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 20 മുതൽ 23 വരെ. അകത്തേക്ക് ചിന്തകളെ, ദുശ്ചിന്തകളെ കടത്തിവിട്ട് ജീവിതത്തെ നശിപ്പിക്കുന്ന സ്പിരിറ്റ്. Satan allows these unclean thoughts, and like the word of God says, all these things come. The spirit of the Satan allows these thoughts to enter your mind. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ Any of it is occurring in our lives. ഇന്ന് പകൽക്കാലം സാത്താന്റെ തന്ത്രത്തെ തിരിച്ചറിയുക. You need to understand the theory of Satan. ഈ ഭൂമിയിൽ 2 വീട് കിട്ടുന്നതല്ല നിന്റെ വാഗ്ദത്തം. It's not your promise that you will receive your 2 or 3 houses. ഈ ഭൂമിയിലെ കാർ പോർച്ചിൽ 3 കാർ കിടക്കുന്നതല്ല നിന്റെ വാഗ്ദത്തം. It is not your promise that you will receive multiple cars. നിന്നെക്കാട്ടിലും നന്നായിട്ട് നിന്റെ വാഗ്ദത്തത്തെ അറിയാവുന്നവനാണ് പിശാച്. It is Satan who probably knows the promise that Christ has kept for you. നിനക്ക് ഓൾറെഡി സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞവനാണ് യേശു കർത്താവ്. Christ has promised eternity, heaven for you. എന്നാൽ നീ പോലും അറിയാതെ നിന്റെ നിത്യതയെ എടുത്തു മാറ്റുന്ന പൈശാചിക ശക്തികൾ. But there are spirits that will challenge against the promise of eternity against you. ഇന്ന് പകൽക്കാലം അതിനെതിരെ ദൈവമക്കൾ യുദ്ധം ചെയ്യണം. You need to be prepared to have warfare against those unclean spirits. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. It is not with body in Christ, body that we fight with, വാഴ്ചകളോടും അധികാരങ്ങളോടും but the principalities and powers of these ഈ darkness ഈ ലോകത്തെ അന്ധകാരത്തോടും and with the world of darkness. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. Powers that we. അതുകൊണ്ടാണ് ആമേൻ സ്തോത്രം ഒരു യേശുവിന്റെ മക്കൾ മനുഷ്യർക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ പോകാത്തത്. That is what the children of God do not fight against human flesh and blood. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ബോംബും വടിവാളും ഇല്ലാത്തത്. That's why we do not have weapons of war. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ആമേൻ സ്തോത്രം ഈ കാണിക്കുന്ന യുദ്ധമുറകളൊന്നും ഇല്ലാത്തത്. We do not have the tricks and the tools for war. എന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, We need to understand one thing. ഈ ലോകത്തെയും തലമുറകളെയും ഈ ജനറേഷനെ നശിപ്പിക്കുന്ന സാത്താന്റെ ശക്തികളെ തകർക്കുവാനുള്ള യുദ്ധമുറ ഒരു ദൈവ പൈതലിന്റെ അടുത്തുണ്ട്. You have every weapon that you need to fight against the warfare of Satan. അതിൽ എത്തിപ്പിക്കാതെ വാദിക്കുന്ന പൈശാചിക ശക്തി. So you have the power to fight against the spirit, but it is the unclean thoughts, the spirit of the Antichrist that work against reaching your destination. ഇന്ന് പകൽക്കാലം ഇതിൽ നിന്നും നമുക്കൊരു മോചനം വേണം. You need to be relieved from all these. എത്ര പേർ ആഗ്രഹിക്കുന്നു How many of you desire എന്റെ തലമുറകൾ, my generation, എന്റെ മാതാപിതാക്കൾ, my parents, ഓ എന്റെ സഭ my congregation, റിഖബല ഹതുന രഗമ ശാംതനെ രഗദഗനഗസിയ ഞങ്ങളുടെ കണ്ണുനീർ വെറുതെയാകത്തില്ല എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? the tears that fall from us will not go away. ശലഹംതന രഗനഗസിയ എന്റെയും നിന്റെയും കണ്ണുനീർ വെറുതെയാകത്തില്ല എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? Tears will not go in me. How many of you desire that? ഒന്നുകൂടെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. Let me repeat myself once again. സാത്താൻ നിന്റെ ജീവിതത്തിനകത്ത് പാപം ആരംഭിക്കുന്നത് രഹസ്യത്തിലായിരിക്കും. It is through secret ways that Satan will operate in your lives. പക്ഷെ അവന്റെ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് പബ്ലിക്കലി ആയിരിക്കും. And he'll finish his work in public. അവൻ രഹസ്യത്തിൽ പാപം തുടങ്ങിയിട്ട് He'll start the sin in secret. പൊതുജനത്തിന്റെ മുമ്പിൽ നിന്നെ നാണം കെടുത്തുന്ന രീതിയിൽ അവന്റെ വർക്ക് ഫിനിഷ് ചെയ്യും. And he'll humiliate you in front of people in public. ലഹതുനി രവശാന്തനെ രഗഡഗനഗസിയ ഇന്ന് പകൽക്കാലം അത്തരത്തിൽ എന്നെ ജീവിതത്തെ നശിപ്പിക്കുവാൻ സാത്താന് വിട്ടുകൊടുക്കത്തില്ലെന്ന് എത്ര പേര് തീരുമാനമെടുക്കും? How many of you are willing to take a decision that I will not allow Satan to rule over my life? എന്റെ ജീവിതത്തെ ഒരു കോമാളിയാക്കാൻ, എന്റെ ജീവിതത്തെ അമ്മാനമാടാൻ സാത്താനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് എത്ര പേര് തീരുമാനമെടുക്കും? How many of you are decision that I will not allow Satan to humiliate over my life? ശാന്തന ലഗഡഗന റമന സപ്തേ ലിഖാനകേ റിഗശാന്തനെ നിന്റെയും എന്റെയും മാതാപിതാക്കളുടെ കണ്ണുനീരിന് മറുപടിയായി Cries and prayers of our parents and our previous generation. എന്റെ ദൈവം ദൂതനെ അയക്കുമ്പോൾ അത് നിന്റെ കയ്യിൽ തരാതിരിക്കാൻ വേണ്ടി ഇന്നലകളിൽ നീ സാത്താന് വേണ്ടി പ്രവർത്തിച്ച, ഇന്നലകളിൽ നീ സാത്താന് വേണ്ടി ചിന്തിച്ച ചിന്തകളെ
is the thoughts that you have worked in favor with Satan. You have worked along with Satan with your impure thoughts and unclean mind. സാത്താൻ ദൈവത്തിന്റെ മുമ്പിൽ ക്ലെയിം ചെയ്യും, Satan will claim in the front of God's throne. എന്നിട്ട് നിന്റെ വാഗ്ദത്തത്തെ ബ്ലോക്ക് ചെയ്യും. And he will try to block your promises from God. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ പറ്റും? How many of you are willing to take a decision today? എന്നെ ക്ലെയിം ചെയ്യാൻ സാത്താനെ ഞാൻ അനുവദിക്കത്തില്ലെന്ന്. I will not allow Satan to claim over my life. റിഖബാബ ശാംതേരിഖാനാഗ സതുലാലഗനഹസി. ആമേൻ. ഈ ദേശത്തിലെ ഉണർവിന് വേണ്ടി, ആമേൻ, ക്രിസ്തുവിന്റെ ഉണർവിന് വേണ്ടി ഞാൻ ഇറങ്ങുവാൻ തയ്യാറാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? How many of you are willing to decide that I will stand for the revival of Christ in this nation? ആമേൻ. അങ്ങനെ പറയാൻ പറ്റുന്ന ചങ്കുറ്റമുള്ള ദൈവമക്കൾ ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ. How many of you are courageous enough to raise your hands? നാളെ എന്റെ തല താലത്തിൽ, അതായത് പാത്രത്തിൽ കൊണ്ടുവന്നാലും, Even if my head is placed on a plate, ആമേൻ, സ്തോത്രം, എന്റെ തല വെട്ടി പാത്രത്തിൽ കൊണ്ടുവന്നാലും, even if they behead me, ആമേൻ, സ്തോത്രം, ആമേൻ, ആ തലയ്ക്ക് ജീവനുണ്ടെങ്കിൽ അതിൽ കൂടെ വചനം സംസാരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് എത്ര പേര് പറയും? even if my head is beheaded, even that beheaded head will speak of the glory and testify Christ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെയ്യുമ്പോൾ സദൃശവാക്യം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഏറ്റവും വലിയ ഡീപ്പ് മീനിങ് ഉള്ള ഒരു വാക്കാണ് ഇത്. It is a verse with great meaning. സകല ജാഗ്രതയോടും കൂടെ With all diligence, നിന്റെ guard your heart. എന്തിനെ കാത്തുകൊള്ളണം? What do you need to guard? വീട്ടിലെ അലമാരി കാത്തുകൊള്ളണം എന്നാണോ പറഞ്ഞത്? Not that you have to guard your cupboard, വീട്ടിലെ വണ്ടി കാത്തുകൊള്ളണം എന്നാണോ പറഞ്ഞത്? not to guard your house or treasuries, and അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ കാത്തുകൊള്ളണം എന്നാണോ പറഞ്ഞത്? not about guarding your money or treasures, വീട്ടിലെ പ്രോപ്പർട്ടി കാത്തുകൊള്ളണം എന്നാണോ പറഞ്ഞത്? not to guard your property, നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം. but it is the heart that you need to guard. നിന്റെ ഹൃദയത്തിനകത്ത് സാത്താൻ കൊണ്ടിടുന്ന ദുഷ്ട ചിന്തകളെ എടുത്തു മാറ്റണം. The thoughts that you need to guard that Satan tries to put in your mind. വീണ്ടും പറയാ, ദുഷ്ട ചിന്തയാണ് പ്രവൃത്തിയായി മാറുന്നത്. Let me tell you again, it is the thoughts, the evil thoughts that become actions. പ്രവൃത്തിയാണ് പാപമായി മാറുന്നത്. Actions become sin. ആമേൻ, സ്തോത്രം. ലൂസിഫറിനെ അറിയോ? You know Lucifer? ലൂസിഫറിനെ അറിയോ നിങ്ങൾക്ക്? How many of you know Lucifer? സ്തോത്രം. പറ, പ്രതികരിക്കും നിങ്ങൾ എന്നോട്. ഞാൻ അറിയോ? അറിയാം. യെസ്. ഇവിടുന്ന് ഉറക്കെ പറ, പ്രതികരിക്കൂ. എന്തുവാ? ലൂസിഫറിനെ അറിയോ? അറിയാം. ആരാണ് ലൂസിഫർ? Who is Lucifer? ഫോളൻ ഏഞ്ചൽ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. It is a thought that entered Lucifer's mind. ലൂസിഫർ ദൈവത്തോട് അടുത്ത് നിന്നവനായിരുന്നു. Lucifer was very close to Christ. ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. The thought that entered Lucifer അത് നല്ല ചിന്തയല്ലായിരുന്നു. wasn't a good thought. ആമേൻ. ഒരു ദൂതന് ബാഡ് ചിന്ത വന്നുവെങ്കിൽ If an angel of God had bad impure thoughts, ഡെഫിനറ്റ്ലി ഒരു മനുഷ്യന് ബാഡ് തിങ്കിങ് വരും. how much more will a man think? റിഫാന ശാംതനേൽ ഖനാസിയ. ഒരു ദൂതന് ബാഡ് തിങ്കിങ് വന്നപ്പോൾ, If an angel of God can have impure thoughts, ഒരു ദൂതൻ അനാവശ്യമായത് ചിന്തിച്ചപ്പോൾ, if an angel of God has impure thought or unwanted thought, ചിന്തിച്ച് കഴിഞ്ഞ ഉടനെ ഞാനിത് ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിച്ചില്ല. the angel of God did not have that repentance, oh Lord, I thought about, I had a bad thought. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവൻ ചിന്തയെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്തു. But what Satan then did, or Lucifer did, was he allowed that thought to become action. പ്രവൃത്തിയാണ് വീണ്ടും പാപമായി മാറിയത്. And that action became sin. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് ബാഡ് ചിന്ത വരത്തില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. So I cannot assure you that you will not have bad thoughts. സ്തോത്രം. മനുഷ്യനാണെങ്കിൽ ബാഡ് തിങ്കിങ് വരും, ബാഡ് തോട്ട് വരും. If you are human, you will have impure thoughts, unwanted thoughts. പക്ഷെ ആ തോട്ടിനെ But that thought, അവിടെ ഇരുത്തി ചിന്തിച്ച് you shouldn't allow that thought to be there. ഒരു സബ്ജക്റ്റ് ആക്കി Do not make it a subject. അതിനെ പ്രവൃത്തിയിലേക്ക് നീ കൊണ്ടുവന്നാൽ If you do lead that into action, നീ സാത്താന്റെ അവകാശിയായി മാറും. you become the inheritance of Satan. അവന് നാളെ നിന്നെ ക്ലെയിം ചെയ്യാൻ പറ്റും. He has the right to claim you. ലൂസിഫർ Lucifer ചിന്തയെ thought, കുറച്ചു നേരം നിന്ന് ചിന്തിപ്പിച്ച് സബ്ജക്റ്റ് ആക്കി he will
kind of subject. കൂട്ടത്തിൽ കുറച്ച് ദൂതന്മാരോടും സംസാരിച്ചു. He will allow you to gossip about the other message. ദൈവത്തിനെതിരെ ഒരു ഗ്യാങ്ങിനെ ഉണ്ടാക്കി. So he could build a gang against Christ. ചിന്തയെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നു. Allow those thoughts to take hold into action. പ്രവൃത്തി പാപമായപ്പോൾ And then when that action became sin, ദൂതനെ വെട്ടി ദൈവം താഴെയിട്ടു. then that's where the fall of Satan happened. ഒരു ദൈവത്തിന്റെ ദൂതനെ അശുദ്ധമായ ചിന്ത ഭരിച്ചവൻ പ്രവൃത്തിയിൽ കൊണ്ടുവന്നപ്പോൾ When the messenger of God, the angel of God, because of his impure thoughts, he had fallen from his kingdom. കോടികൾ വിലമതിക്കുന്ന രത്നക്കല്ലുകൾ അവന്റെ ദേഹത്തുണ്ടെന്ന് പറഞ്ഞ് വീഴാതെ നിർത്തിയവനല്ല എന്റെ ദൈവം. Because he had a lot of jewels in his body, Christ did not allow him to stay in heaven. ചിന്തയെ പാപമാക്കി മാറ്റിയ ലൂസിഫറിനെ What did the Christ do to Satan who had impure thoughts? ദൈവം വെട്ടി താഴെയിട്ടു. Satan fell from the kingdom of God. അങ്ങനെയാണെങ്കിൽ ചർച്ചിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. Spirit of God, the Holy Spirit is giving you a message. ദൂതന് ബാഡ് തിങ്ക് വന്നെങ്കിൽ If an angel of God had impure thoughts, മനുഷ്യന് ബാഡ് തിങ്ക് വരും ഡെഫിനറ്റ്ലി. the man of God, the children of God will also have. അതൊരു പാപമല്ല. That is not the sin. ആമേൻ. നിങ്ങൾ ഒരു ബാഡ് തിങ്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ഒരു പാപമല്ല. It's not necessarily sin that we just have bad thoughts. പക്ഷെ ബാഡ് തോട്ടിനെ താലോലിച്ച് അതിനെ ജീവിതത്തെ പ്രാവർത്തികമാക്കുന്നതാണ് പാപം. But when we encourage those bad thoughts to become Yes. action, that is when it becomes a sin. ആമേൻ. ഹല്ലേലൂയ. പാപത്തിൽ വീണുപോയ മനുഷ്യന് ബാഡ് തോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. Because the children of God will have bad thoughts. പക്ഷെ അതിനെ പ്രവൃത്തിയിലേക്ക് ഒരു സബ്ജക്റ്റ് ആക്കി കൊണ്ടുവരുമ്പോഴാണ് അത് പാപമായി മാറുന്നത്. Only when those thoughts become action, it becomes a sin. ഡെഫിനറ്റ്ലി ദൂതനെ വെട്ടി താഴെയിടാൻ പറ്റുമെങ്കിൽ If God decided to make Satan fall from his kingdom, പാപത്തെ താലോലിക്കുന്ന നമ്മളെയും വെട്ടി താഴെയിടുവാൻ എന്റെ ദൈവം അധികാരമുള്ളവനാണ്. Christ is just enough to also throw us in the same way if we sin against him. കാരണം അവൻ പക്ഷഭേദം കാണിക്കുന്ന ദൈവമല്ല. Because he does not favor anyone. അവൻ പക്ഷഭേദം കാണിക്കുന്ന ദൈവമല്ല. He does not have partiality. ആമേൻ. അവൻ പക്ഷഭേദം കാണിക്കുന്ന ദൈവമല്ല. God is partial. അസൂയ നിന്റെ ചിന്തയിൽ വന്നേക്കാം. Jealousy enters your mind. ആമേൻ. ലൈംഗിക ചിന്തകൾ നിന്റെ ചിന്തയിൽ വന്നേക്കാം. Your thoughts may enter your mind. ക്രൂരമായ ചിന്തകൾ നിന്റെ ചിന്തയിൽ വന്നേക്കാം. Your thoughts may also enter your mind. ആമേൻ. മറ്റു രീതിയിലുള്ള ദുശ്ചിന്തകൾ നിന്റെ ചിന്തയിൽ വന്നേക്കാം. All thoughts are unwanted thoughts. ഞാൻ പറയുന്നത് പാപമല്ല. I'm not saying it's a sin, പക്ഷെ അതിനെ നീ ഒരു സബ്ജക്റ്റ് ആക്കി but when you make it into a subject, പ്രവർത്തിയിൽ കൊണ്ടുവരുന്നതാണ് പാപം. and when you lead it into sin, when you lead it into action, that is when it becomes a sin. Praise the Lord. Praise the Lord. മറിച്ച് Otherwise, ഇതിനെ ഈ ചിന്തയെ on the other hand, വന്നു കഴിഞ്ഞാൽ if the thought ഈ ചിന്ത വന്നു കഴിഞ്ഞാൽ ഈ ചിന്തയെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കാൻ ഓരോ ദൈവവൈദ്യർ തയ്യാറാണ്. as children of God, you have the authority to cast away the thoughts of the impure thoughts in the name of our Jesus. ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ പോവുകയാണ്. ആമേൻ. Children of God, ഇന്ന് പകൽക്കാലം വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവിന്റെ ദൂത് കൈമാറാനുണ്ട്. the Holy Spirit is conveying this message to all those present. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കളും We have been raised back. We have been revived by the Spirit and blood of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കളും Everyone has been revived by the blood of Jesus. ലിസൺ ടു മീ ഹിയർ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കളും Each and every one of you has been revived by the blood of Jesus. ജീവിതത്തെ വൈകൃതമാക്കുന്ന സ്പിരിറ്റ് കടന്നു വരുമ്പോൾ When there is a destructive spirit that comes into your lives, നിങ്ങളുടെ ചിന്തകളിൽ അനാവശ്യമായ ചിന്തകൾ കൊണ്ടിടുമ്പോൾ when it allows impure thoughts into your mind, നിങ്ങളുടെ ഹൃദയത്തിൽ അനാവശ്യമായ ചിന്തകൾ കൊണ്ടിടുമ്പോൾ when it allows impure thoughts in your heart, ഇന്നു മുതൽ നിങ്ങൾ ഇങ്ങനെ പറയണം: you need to say this. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ The authority of Jesus, സാത്താൻ കൊണ്ടിട്ട thoughts that Satan has put ദുഷ്ട ചിന്തയെ every evil thought, ശാസിക്കുന്നു. we discard the name of the Lord Jesus. ഇവിടം വരെ നീ പാപം ചെയ്യുന്നില്ല. You are not sinning until upon റമന ഹതുന രഗസില്ലേഹി. ഇവിടം വരെ നീ പാപം ചെയ്യുന്നില്ല. you are not sinning upon
now. ഇവിടം വരെ നീ പാപം ചെയ്യുന്നില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമൈതലേ, Every child was revived by the ഇത് blood of Jesus. ഇത് കൃപായുഗമാണ്. This is the generation of grace. വീണുപോയ ദൂതന്മാർ ഒരു വശത്ത് കിടക്കുമ്പോൾ, You have fallen into from one side. വീണുപോയ മനുഷ്യന്റെ അവൻ സ്തോത്രം പാരമ്പര്യത്തിൽ നിന്നും വന്നവരാണ് നമ്മൾ. We have come from the Gentile generation. എന്നാൽ വീണുപോയ നമ്മളെ എഴുന്നേൽപ്പിച്ച ഒരു ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. We have a Christ who has re-raised us, Ang- raised us from the sin. അങ്ങനെ എഴുന്നേറ്റ് നാം നിൽക്കുമ്പോൾ When we stand up for Christ, പാപത്തിൽ വീണുപോയ മനുഷ്യന്റെ സ്വഭാവ ഗുണമുള്ളത് കൊണ്ട് although we have the character of the sinful man, നാളെയും പാപത്തിന്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വരാം. we will still have thoughts of evil. യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കാത്തിടത്തോളം കാലം അത് പാപമാണ്. Until and unless you discard and in the name of God of Jesus, it will remain a sin. എന്ന് നീ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കുന്നോ, The moment you challenge it in the name of God of Jesus, അന്ന് ആമേൻ നീ സാത്താനെ ജയിക്കും. you will win over Satan. ആമേൻ Amen. ആമേൻ. ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ പോകുക. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. Please close your eyes. റിഖാബാല ഹതുന രഗദ സംതേ റിഭാ ശസീലെ ആദിയാരെ. ആമേൻ. സ്തോത്രം. അനാവശ്യമായ ചിന്തകൾ ഹൃദയത്തിനകത്ത് കൊണ്ടിടുന്ന സാത്താൻ, Every thought that is being entered into your heart, ഇത് പിശാചിന്റെ തന്ത്രമാണ്. the trick of the Satan. ഓടബല ഭരവ ശപാനഗനഗസ്യ. ആമേൻ. പരിശുദ്ധാത്മാവ് കാണിക്കുന്നു ചില ഹൃദയങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്നു. The Holy Spirit is showing you there are hearts that is touching right now. ശഖാന രമ സംതുന. ആമേൻ. ആരും ഇവിടെ അറിയാതെ വന്നതല്ല, ദൈവം കൊണ്ടുവന്നതാ. It is Christ who brought you here. ഉടബല ശപാന. ചില തീരുമാനങ്ങൾ ദൈവമക്കൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. You are taking decisions. ലഭാനവ ശംതനെ റിഭാനഗസി ഹതുന രഗദഗസി. ഹോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെയ്യപ്പെട്ടേക്കും. In the authority of Jesus, they win. ലിഭാനവ ശംതന രഖാന സിഖാന അർത്ഥന രകമ റമൽ പ്രൗഢബൽ കെബിനി റീമ ശഖ രഖ രമ നഗനഗസിഹ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആദരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് പകൽക്കാലം നിന്റെ ചിന്തയെ നശിപ്പിക്കുന്ന Every thought that is destructive, പൈശാചിക സ്പിരിറ്റിനെ എടുത്തു മാറ്റുന്ന പകലായി മാറട്ടെ. destructive spirit of the evil one will destroy this world. ഉടബല ഭൗഡാനമാരകടകനകനക സംധനാലകടകന ലിഖാൻ. എല്ലാ ദൈവങ്ങളും എഴുന്നേറ്റ് നിന്നാട്ടെ പ്ലീസ്. Please stand up. റിഫാമ ശഖാനാര ഹത്തുന ലഖടന റമനഗസി റിഖാന ഹത്തുര ലഖമശാബ്ദനെ. ഇന്ന് കർത്താവിന്റെ തിരുമേശം നമ്മുടെ മുമ്പിലുണ്ട്. ആമേൻ. ദുഷ്ട ചിന്തകൾ നമ്മളെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ Evil thoughts that are reigning over our minds. സാത്താൻ അവകാശം പറയാൻ പാകത്തിൽ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ If there is anything that Satan can win over us, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ it is you, children of God, who have been revived by the blood of Christ. ആ ചിന്തകളെ Those thoughts, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആദരം കൊണ്ട് ശാസിക്കണം. in the name of God of Jesus, you will discard it and disown it in the name and authority of Christ. അതൊരു പാസ്റ്റർ അല്ല ശാസിക്കേണ്ടത്, It is not pastor who needs to അതൊരു പ്രവാചകനല്ല ശാസിക്കേണ്ടത്, it's not a prophet who needs to disown that. അതൊരു ദൈവപുരുഷനല്ല ശാസിക്കേണ്ടത്, It's not a man of God who needs to disown that. അതൊരു ദൂതനല്ല ശാസിക്കേണ്ടത്. It's not a man or a messenger of God that യേ- needs to disown it. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ ആദരം കൊണ്ട് തന്നെ നീ ശാസിക്കണം. Your son has been revived and written by the blood of Jesus. It is you to take authority and pray over it. യെസ് ഖമനരമ ഹതുന രഗശകേന രഗനഗടഗനഗസിഹ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ The authority of Jesus Christ. ഈ പ്രിയ ജനത്തെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാ. ശാന്തന രഗടഗന റബ സംതേ ലിഭാനഗസിഹ. ആമേൻ. സാത്താനെ എതിർക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. സാത്താന്റെ പദ്ധതികളെ പൊളിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രക്തം കൊടുത്തു നിന്നെ വീണ്ടെടുത്ത യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രക്തം കൊടുത്ത് സമ്പാദിച്ച ദൈവസഭയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ.
foundation of God to the living God, Jesus Christ. സാത്താൻ നിന്റെ പുറകിൽ പണിയുന്ന സകല പദ്ധതികളെയും അറിഞ്ഞ് മനസ്സിലാക്കി പൊളിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. Generation that has the wisdom to know the hidden history of the Satan and live up for Christ. ഓ റിഭാനാവ ശബ്ദനാരകത. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇന്ന് സംസാരിക്കുന്നു. The Holy Spirit is speaking strongly to me today. എന്റെ ശരീരത്തിന് ഇവിടെ നിൽക്കാനുള്ള ഒരു ആരോഗ്യം ഇല്ല ഇന്ന്. I do not have the strength in my body to stand here. എങ്കിലും പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. The Holy Spirit is leading me to say, oh, this is wrong. യുവതി യുവാക്കളെ ദൈവം തൊടുന്നു. You where He touches you. ഹൃദയത്തിൽ ദൈവത്തിന്റെ വിരൽ തൊടുന്നു. When Christ, the feet of Christ touches your heart, ആദരത്തിൽ ദൈവത്തിന്റെ കരം തൊടുന്നു. Jesus Christ is touching your heart. ഞാൻ ആത്മാവിൽ അത് കാണുന്നു, പരിശുദ്ധാത്മാവിൽ അത് കാണുന്നു. The Holy Spirit, ആദരത്തിൽ ദൈവം തൊടുന്നു, Jesus is touching your heart. ഹൃദയത്തിൽ ദൈവം തൊടുന്നു. സമർപ്പിച്ചവരുടെ ബന്ധനങ്ങളെ ദൈവം അഴിക്കുന്നു. അക്സെപ്റ്റ് ചെയ്തവരുടെ ബന്ധനത്തെ ദൈവം അഴിക്കുന്നു. ഇതുവരെയും നിന്നെ അടക്കി വാണ സാത്താന്റെ തന്ത്രങ്ങളെ തകർന്നു പോകുന്നു. അഭിഷേകത്തോടെ അധികാരത്തോടെ ഓ ശബാലബലബലബലം ഓ യെസ്. ദേശങ്ങൾ പിടിച്ചെടുക്കും, രാജ്യങ്ങൾ കീഴടക്കും. ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഓ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഓ റിഫാനാമ ശരാദാര ഖേരേ റിഖാരാദാര ശരേ ദേരേ 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 ബശാരാദാര. കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾ ഇവരുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടട്ടെ. വചനമനുസരിച്ച് ജീവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ദുഷ്ടചിന്തകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കാൻ ചങ്കുറ്റം കാണിക്കട്ടെ. ഞാൻ സാത്താന്റെ വകയല്ല, യേശുവിന്റെ അവകാശി എന്ന് പറയാൻ ഇടയാകട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.